ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണു ശാലിനിയെ കണ്ടതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് സത്യാമ്മയുടെ അടുത്തേക്ക് പോകുന്നു. സമൂഹ വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം ദമ്പതികളെല്ലാം ശാലിനിയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. ശാലിനി എല്ലാവരെയും അനുഗ്രഹിച്ചു വിടുകയാണ്. ദമ്പതികളോട് ശാലിനി പറയുന്നുണ്ട്, അവസാനം വരെ നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കണം. ഞാൻ കളക്ടറായിട്ടല്ല പറയുന്നത്, ഒരേട്ടത്തിയായിട്ടാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു. തെറ്റിദ്ധാരണകൾക്കൊന്നും ഇടവരാതെ പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം. ഒരിക്കലും അകന്നു പോകാൻ ഇടയാകരുതെന്നൊക്കെ പറയുന്നു. ശാലിനി ഭാരവാഹികളോട് പറയുന്നുണ്ട്, ഇവിടെ വിവാഹിതരായ 6 പേർക്കുമാണെങ്കിൽ സർക്കാരിന്റെ വകയായിട്ട് സൗജന്യ വീട് നൽകുന്നതായിരിക്കുമെന്ന്. ശാലിനി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസും സുസ്മിതയും പരസ്പരം നോക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്ന ഒന്നുമല്ല, സർക്കാരിന്റെ തന്നെ ഒരു ലൈഫ് മിഷൻ എന്നൊരു പദ്ധതിയുണ്ട്. വീടില്ലാത്ത നിർധരരായ ആൾക്കാർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതിയാണെന്നൊക്കെ പറയുന്നു. ഇവരുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ 6 പേരും എലിജിബിൾ ആണെന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ താക്കോല് കെട്ടി എല്ലാവരും വീട്ടിൽ താമസിക്കാമെന്നൊന്നും കരുതരുത്, എല്ലാം കുറച്ച് താമസമെടുക്കുമെന്നൊക്കെ പറയുന്നു. ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട്, ഇവരുടെയൊക്കെ റേഷൻ കാർഡും ID കാർഡും ഒക്കെ കളക്ട് ചെയ്യണമെന്ന്. ചന്ദ്രബോസ് സുസ്മിതയെ കളിയാക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ മേയർ സ്ഥാനത്തിരിക്കുന്നത്? മേയർ കളക്ടറെക്കാട്ടിൽ ഉയർന്ന പോസ്റ്റിലുള്ളതാണ്, നിനക്ക് വേണമെങ്കിൽ ഇതൊക്കെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, ഇത് കളക്ടർ തന്നെ പ്രഖ്യാപിക്കുവല്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, അവൾക്കിട്ട് ഡയറക്റ്റ് മുട്ടാനൊന്നും പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ അവൾക്ക് ഭയങ്കര ഫാൻസ് ആണ്. കളക്ടർ ചങ്കത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹാഷ്ടാഗ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. എന്റെ കൂടെയുള്ള കൗൺസിലർമാർ കാലുവാരിയാലും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, ഞാൻ ജയിലിൽ കിടന്നതൊക്കെ കുത്തിപ്പൊക്കിയാലും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് പറയുന്നുണ്ട്, നമ്മളുടെ കയ്യിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ നമുക്കും അടിച്ചു മാറ്റാനൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൾ വന്നു കയറുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് വീണ്ടും സുസ്മിതയോട് പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ശാലിനി വന്ന ദിവസം പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? സിംഹക്കുട്ടി ഒരു ദിവസമേ ജീവിക്കുന്നുള്ളെങ്കിൽ പോലും അത് സിംഹത്തിന്റെ കുട്ടിയാണെന്ന്. അത് പറഞ്ഞത് അവൾ ശരിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശാലിനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എല്ലാവരെയും കൂടെ നിർത്തി നമ്മളെല്ലാം തോപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സുസ്മിത എപ്പോൾ പറയുന്നുണ്ട്, ഈ മേയർ ആരാണെന്ന് ഇന്ന് ശാലിനിക്ക് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ. ശാലിനി അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രബോസ് ഓർക്കുന്നുണ്ട്, ഇന്ന് എന്തേലുമൊക്കെ നടക്കുമായിരിക്കുമെന്ന്. ശാലിനി ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, നമുക്ക് പോകാമെന്ന്. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട്, നിങ്ങളുടെ എന്താവശ്യത്തിന് ഞാൻ നിങ്ങളുടെ സഹോദരി പോലെ കൂടെ ഉണ്ടാകും, എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു. പൂജാരി അപ്പോൾ കുടിവെള്ള പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് ശാലിനി ചോദിക്കുന്നുണ്ട്, ഏത് ഏരിയ ആണെന്നൊക്കെ. അനുപല്ലവി അപ്പോൾ പറയുന്നുണ്ട്, കോർപ്പറേഷൻ വാർഡാണെന്ന്. അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത അനുപല്ലവിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു. പ്രതിപക്ഷ മെമ്പർ സരോജത്തിന്റെ ഏരിയ ആണെന്ന് പറയുന്നു. ഏരിയയിലാണ് വെള്ളമില്ലാത്തത്, അവരോടാണ് ചോദിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ സരോജത്തോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. സരോജം പറയുന്നുണ്ട്, എന്റെ കോളനി വെള്ളമില്ല, ഞാൻ വേണമെങ്കിൽ റിസൈൻ ചെയ്തേക്കാമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടി ഒളിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ. സുസ്മിതയും കുറിച്ച് ഷൈൻ ചെയ്യുന്നുണ്ട്, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തതുപോലെ. സരോജ മെമ്പർ അപ്പോൾ പറയുന്നുണ്ട്, കുടിവെള്ളത്തിന് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയതാണ്, പൈപ്പ് ലൈൻ വരെ എത്തിച്ചതാണ്. 2 വർഷമായിട്ട് പക്ഷെ ഒരു സൈൻ കിട്ടാത്തതിന്റെ പേരിൽ വെള്ളം വരുന്നില്ലെന്നൊക്കെ പറയുന്നു. മേയറിന്റെ ഭാഗത്ത് നിന്നും ഒരു സൈൻ കിട്ടാത്തത് കൊണ്ടാണ് 2 വർഷമായിട്ട് കുടിവെള്ളം കിട്ടാത്തതെന്ന് പറയുന്നു. ശാലിനി അപ്പോൾ സുസ്മിതയോട് അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, നഗരത്തിൽ കൊടുക്കാനേ വെള്ളമില്ല, അപ്പോഴാണ് ഇനിയും ഇങ്ങോട്ടെന്നൊക്കെ പറയുന്നു. അനുപല്ലവി അപ്പോൾ പറയുന്നുണ്ട്, VIP ഏരിയയിലെല്ലാം വെള്ളം എത്തിക്കുന്നുണ്ട്, അവിടെ കുളിക്കാനും പാത്രം കഴുകാനും, അത് മാത്രമല്ല പട്ടിയെ കുളിപ്പിക്കാൻ പോലും നല്ല വെള്ളമാണെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ സുസ്മിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് പോലും കുടിക്കാൻ ഒരു ശുദ്ധജലം കിട്ടുന്നില്ല, അതുപോലെ നീ കൊടുക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, മേയറിനെ കാട്ടി വലിയ ആളൊന്നുമല്ല കളക്ടർ എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കളക്ടറായിട്ടല്ല സംസാരിക്കുന്നത്, ശാലിനി വിഷ്ണു ആണ്. നാളെ നേരം വെളുക്കുമ്പോൾ കോളനിയിലെ പൈപ്പിലെല്ലാം വെള്ളം വന്നിരിക്കണമെന്ന് പറയുന്നു, ഇതെന്റെ ഓർഡർ ആണെന്ന് പറയുന്നു. ശാലിനി പറയുന്നത് കേട്ടിട്ട് സുസ്മിത ചെയ്തേക്കാമെന്ന് പറയുന്നു. ശാലിനി ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, എല്ലാ പണികളും തീർന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ പോലീസുകാരാണെങ്കിൽ നേതൃത്വം ഏറ്റെടുത്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണമെന്നൊക്കെ പറയുന്നു.
പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഒരു കംപ്ലൈന്റ് കൂടിയുണ്ട്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, അത് നാളെ തന്നെ ചെയ്യാമെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നാളെ പറ്റത്തില്ല, ഇന്ന് തന്നെ ചെയ്തിരിക്കണമെന്ന്. സുസ്മിത അപ്പോൾ ഇന്നോന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് തന്നെയെന്ന്. ശാലിനി പറയുന്നത് കേട്ടിട്ട് സുസ്മിത ഒരുപാട് ദേഷ്യത്തോടെ നിൽക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.